തോന്നിയ ദിവസം എഴുതി വെക്കും. ചില ആളുകൾ തീവണ്ടിയിൽ കയറിയാൽ വാതിൽ തുറന്ന് അകത്ത് അശ്ലീലം എഴുതി വെക്കും. ചിലർ അത് വാട്സപ്പിലും ഗൂഗിളിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ എഴുതി വെക്കും. അങ്ങനെ ആളുകൾക്ക് തെറി പറയാനുള്ള ഒരു അഭിവാഞ്ചം ഇങ്ങനെ കൂടിക്കൂടി വന്നാൽ അതൊക്കെ പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കണമെന്നും വർഷാവസാനം കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ട് ദിവസം പോയി പാടി തീർക്കണമെന്നുമാണ് വ്യവസ്ഥ. അങ്ങനെ ഭഗവതിയുടെ മുന്നിൽ പോയി പാടി തീർത്താൽ നമ്മുടെ ഉള്ളിലുള്ള തെറിയൊക്കെ പോകും. പിന്നെ വീണ്ടും ഒരു കൊല്ലത്തേക്ക് ഒരു തെറിയും പറയാൻ പാടില്ല. അപ്പോഴേതോ ഒരു രസികൻ അവിടെ വെച്ച് ചോദിച്ചു, ഇത്രേ ഈ കൊടുങ്ങല്ലൂർ വരാൻ പറ്റാത്തവരെ എന്താ ചെയ്യേണ്ടത്? അത് വീട്ടിൽ ഭാര്യനെ ഭഗവതിയായി കണ്ടിട്ട് അവിടെ തെറി പറഞ്ഞോളൂ. അപ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അത് ഭാര്യനെ തെറി പറയാന്നല്ല അതിൻ്റെ യുക്തി. അതിൻ്റെ യുക്തി നാട്ടിൽ നിന്ന് തെറി പറയാൻ പാടില്ല എന്ന സംസ്കാരമാണ്. അന്യനെ വേദനിപ്പിക്കുന്ന, അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന കാലമുണ്ടാകണമെങ്കിൽ സംഗീതാത്മകമായ വാക്കുകൾ അന്യൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയേണ്ടതില്ലേ? മറ്റുള്ളവന് കേൾക്കാൻ സംഗീതം പോലെ ശ്രവിക്കുന്ന കാലമുണ്ടാകണമെന്ന ആഗ്രഹമുണ്ടാകുമ്പോൾ അന്യന് കേൾക്കാൻ പാകത്തിലുള്ള സംഗീത സാന്ദ്രമായ വാക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? അങ്ങനെ തെറി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു ആ ഭഗവത് സങ്കല്പം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്തീയ ദേവാലയവും മുസ്ലിം ദേവാലയവും ഒക്കെ ഹൈന്ദവ ക്ഷേത്രവും ഒക്കെ കൊടുങ്ങല്ലൂരിൽ രൂപപ്പെടാനുള്ള കാരണം അറബിക്കടലാണ്. അറബിക്കടലിന്റെ സാമീപ്യമാണ്. പച്ചയാം വിരിപ്പിട്ട സഖിനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം കൊണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്യ ഉക്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരും അമ്മേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരമായ ഒരു വലിയ സാന്നിധ്യമായി കേരളം വളർന്നു പന്തലിച്ചു. ഇവിടെ ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയില്ലേ ശ്രീനാരായണ ഗുരു? ആ നാമധേയം പരാമർശിക്കാതെ ഏത് മലയാളിക്കാണ് പോകാൻ കഴിയുക? നവോത്ഥാനത്തെക്കുറിച്ച് ആവേശകരമായി ചിന്തിക്കുമ്പോൾ ആ പേര് സ്പർശിക്കാതെ ആർക്കാണ് സംസാരിച്ച് മടങ്ങിപ്പോകാൻ കഴിയുക? ആലുവയിലെ സർവമത സമ്മേളനം, ആ സർവമത സമ്മേളനത്തിൽ കെ കുരുവിളയെയും മുഹമ്മദ് മൗലവിയും ഒക്കെ വന്ന് ഹിന്ദു മതത്തെക്കുറിച്ച്, ക്രിസ്തു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും അതിന്റെ നന്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പോകുന്നു. പണ്ഡിറ്റ് ആര്യാറാം വരുന്നു. ശ്രീനാരായണ ഗുരു അവിടെ സംസാരിക്കാതെ മാറി നിൽക്കുന്നു. സഹോദരൻ അയ്യപ്പനും സി വി കുഞ്ഞിരാമനും ധാരാളം ആളുകൾ അവിടെ പ്രസംഗിച്ചു പോകുന്നു. എന്താണ് അവർ പറയുന്നത്? അതിന്റെ പുറത്ത് എഴുതി വെച്ചത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ്. ഇന്ന മതമാണ് ഏറ്റവും മികച്ചത് എന്ന് പറയാനല്ല, അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന്. അതിന്റെ സ്വാഗത പ്രസംഗം എഴുതി തയ്യാറാക്കിയതാണ്. ആ എഴുതി തയ്യാറാക്കിയ സ്വാഗത പ്രസംഗത്തിലെ ഒരു 4 വരി മലയാളി മറന്നു പോകരുത്. എന്താണ് ആ 4 വരി? പല മതസാരവുമേകമെന്നു പാരാതുലകിതിലാനയിലന്ധരെന്ന പോലെ, പല മതസാരവുമേകമെന്നു പാരാതുലകിലിതാനയിലന്ധരെന്ന പോലെ, പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതമർന്നിടേണം. ഇത്ര അദ്വൈത മന്ത്രങ്ങൾ കേട്ട ആ ആലുവയിൽ നിന്നുള്ള സർവമത സമ്മേളനത്തിന്റെ സ്വാഗത ഭാഷണത്തിൽ ഗുരു എഴുതി ചേർത്തിരിക്കുന്നു, പല മതസാരവും ഏകമെന്നു പാരാതുലകിൽ ആനയിൽ അന്ധരെന്ന പോലെ. എല്ലാ മതത്തിന്റെ സാരവും ഒന്നാണ് എന്ന് മനസ്സിലാക്കാതെ കുരുടൻ ആനയെ കണ്ടതുപോലെ പലവിധ യുക്തി പറഞ്ഞ്, പല യുക്തി ചിന്തയും പറഞ്ഞ് പാമരന്മാർ, അധികം പഠിക്കാത്തവർ, വിജ്ഞാനമില്ലാത്തവർ അലവത് കണ്ടലയാതെ അമർന്നിടണം. അവരങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷെ നമ്മൾ അതിലേക്ക് ചേരാതെ മാറി നിങ്ങൾക്ക് കളയണമെന്ന് ശ്രീനാരായണ ഗുരു ഈ മലയാളത്തിൽ നിന്നെ പഠിപ്പിച്ചു തന്നതിൻ്റെ ഒരു പിന്തുടർച്ച, അത് ഏറ്റുവാങ്ങിയ ഒരു ആവേശമാണ് കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക്, കലാസമിതികൾക്ക്, രാഷ്ട്രീയത്തിന്, എല്ലാറ്റിനും ഉണ്ടായത്. അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം വളരെ മനോഹരമായി അന്ധവിശ്വാസത്തിനെതിരായി പോരാടിയ ആളാണ്. കെട്ടുകല്യാണം എന്ന അനാചാര വ്യവസ്ഥ അങ്ങോട്ട് പോയിട്ട് കല്യാണം മുടക്കിയ ആളാ ശ്രീനാരായണ ഗുരു. വീട്ടിൽ ചെന്ന് മുടക്കി കളഞ്ഞു. അവിടെയാണ് 50 കോടിയുടെ കല്യാണം നടന്നത്. 50 കോടിക്ക് മലയാളി കല്യാണം കഴിച്ചിട്ട് ആർക്കും ഒരു സങ്കടവുമില്ല. 50 കോടിയുടെ കല്യാണം നടത്തുന്നത് വലിയ പൈസക്കാരനാ, നടത്തിക്കോട്ടെ എന്ന് പറയുന്നതിൽ യുക്തിയില്ല. ആ 50 കോടി കല്യാണത്തിന് ഉണ്ടാക്കിയെടുത്ത മാലിന്യം 5000 കോടി കൊണ്ട് ഈ മണ്ണിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 50 ഗ്രാം ചോറ് തരുമ്പോൾ 500 ഗ്രാം വേസ്റ്റാണ് ഈ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളെ സ്നേഹപൂർവ്വം കേരളത്തിലേക്ക് എത്തിച്ച, ആവേശപൂർവ്വം കേരളത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും, ആ സഹ്യപർവ്വതത്തിന്റെ പച്ചയുണ്ടല്ലോ, ആ പച്ച എടുത്തു കളഞ്ഞിട്ട് എന്ത് സംസ്കാരമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെക്കാൻ കഴിയുക? അത് സൂചിപ്പിക്കുകയാണ് പുതിയ കാലത്തെ വലിയ സാംസ്കാരിക ദൗത്യം എന്നെനിക്ക് തോന്നുന്നു. നാറാത്ത് ഫൈറ്റേഴ്സ്, നാറാത്ത് 25 കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിക്കുകയും ഇത്രയധികം മാഗസിനുകളും ഇത്രയധികം പത്രങ്ങളും ഒക്കെ വായിക്കുമ്പോൾ
അതിൽ ഇടയിലൂടെ നാം വായിച്ചെടുക്കുന്ന വലിയൊരു ബോധമില്ലേ, ഒരു പരിസ്ഥിതി ബോധമില്ലേ? അതാണ് അതിനെതിരെ തിരിയുമ്പോഴാണ് പ്രളയപ്രവാഹമായിട്ട് വേദനായകം എന്ന് പറയുന്ന എഞ്ചിനീയർ സങ്കടത്തോടുകൂടി പറയാണ്, ഈ പ്രളയത്തിൽ ഇത്രയധികം പരിക്ക് പറ്റില്ലായിരുന്നു മദിരാശി നഗരത്തിന്. ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് പരിസ്ഥിതി സൗഹൃദ വികസനം എന്ന ഒരു സങ്കല്പം ഞാൻ എത്ര വട്ടം മുന്നോട്ട് വെച്ചതാണ് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് പ്രളയത്തിൽ വിഴുങ്ങിക്കളയും. പണ്ട് ഗോവർദ്ധനം എന്ന് പറയുന്ന പർവ്വതമുയർത്തി ഗോകുലത്തിലെ പ്രളയം തടഞ്ഞ ശ്രീകൃഷ്ണന്റെ കഥ നമുക്കറിയാമായിരുന്നു. പ്രളയകാലത്തേക്ക് ഒരു മലയെങ്കിലും ബാക്കി വെക്കുക എന്നതാണ് ഭഗവാന്റെ ആ സങ്കല്പം. പ്രളയകാലത്തേക്ക് ഒരു മല. ഇപ്പൊ എല്ലാം മലയിടിച്ചു കളിയാ. അങ്ങനെ മലയിടിക്കുന്നവർക്കെതിരെ ഒരു മനസ്സുകൊണ്ട് ഒരു ഐക്യപ്പെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കേരളത്തിൽ എന്നതിൻ്റെ സൂചന. ഇവിടെയും വരാൻ പോകുന്ന അപകടങ്ങൾ ഇങ്ങോട്ടും കടന്നു വരുന്നു. ഈ പ്രകൃതിയെ ചൂടും കൊന്നുമുടിക്കുന്നതിൻ്റെ അനുരണനങ്ങൾ ഒരുപക്ഷെ പ്രകൃതി തുള്ളിത്തിളക്കലായിരിക്കാം, പ്രളയപ്രവാഹമായി പെയ്തു തീർക്കലായിരിക്കാം. അതുകൊണ്ട് കലാസാംസ്കാരിക പ്രവർത്തനം എന്നത് പുതിയ കാലത്ത് മതേതരമായ ബഹുസ്വരതയെ ആഞ്ഞു പുൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം നമ്മുടെ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന ചിന്തകളും ഉൽപ്പാദിപ്പിക്കലാണ്. ഞാൻ ഒരു കവിത ചൊല്ലി എൻ്റെ ഈ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ കവിത ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ കുറിച്ചാണ് ഈ പാട്ട്. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം. മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം. കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം. ചുട്ടുതെളിച്ചതും പാട്ടുപാടിച്ചതും നാട്ടിലെ നല്ല മലയാളം. കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും, കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം, എൻ്റെ വീട്ടിലെ നന്മ മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം, പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം. ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും, ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും തട്ടം പുതച്ച മലയാളം. അക്കുത്തും ഇക്കുത്തും ആനവാരിങ്കുത്തും ഒക്കത്തു വെച്ച മലയാളം, അക്കുത്തും ഇക്കുത്തും ആനവാരിങ്കുത്തും ഒക്കത്തു വെച്ച മലയാളം. പെറ്റച്ചമച്ചതും കറ്റമെതിച്ചതും, പെറ്റച്ചമച്ചതും കറ്റമെതിച്ചതും ചട്ടയുടുത്ത മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും പുഞ്ചിരിയിട്ട മലയാളം, മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും പുഞ്ചിരിയിട്ട മലയാളം. പേരു വിളിച്ചതും പേടിയൊഴിച്ചതും, പേരു വിളിച്ചതും പേടിയൊഴിച്ചതും നേരു പറഞ്ഞ മലയാളം, നേരു പറഞ്ഞ മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. അമ്മയും അച്ഛനും അപ്പം ചുട്ടു തന്ന മലയാളം
ഉമ്മയും ഉപ്പുതൊട്ട് തന്ന മലയാളം, തട്ടം ചേർത്ത് പിടിച്ച മലയാളം, പാവാടയിട്ട മലയാളം, ചട്ട ഉടുത്ത് സൗന്ദര്യബോധത്തിൻ്റെ നല്ല തെളിമ തന്ന മലയാളം. ഈ മലയാളത്തിൻ്റെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നത് പുതിയ കാലത്തിൻ്റെ വലിയ മുദ്രാവാക്യമാവേണ്ടതുണ്ട്. റൈറ്റേഴ്സ് നാറാത്ത് കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവനം, ജനബോധനം ഒരു കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഉയർത്തുന്ന ഉന്നതമായ രാഷ്ട്രീയം, അതൊക്കെ പുതിയ കാലത്ത് അത്യാവശ്യമാണ്. അത് ഈ നാട്ടിലുണ്ടാവണമെന്ന ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ മൈതാനിയിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ആൾക്കൂട്ടം. ഗാനമേള കേൾക്കണം എന്ന കൗതുകം മാത്രമല്ല, അതിനപ്പുറത്ത് ആ ഗാനമേളയെ കേട്ട് പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ മുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്ന ബോധം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഗ്രാമത്തിന് എനിക്ക് എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നിങ്ങളുടെ 2016 ഏറ്റവും ഹൃദ്യവും ആവേശകരവുമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ ആശംസ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ 2-3 മാസക്കാലം നെഞ്ചിലേറ്റിയ ഒരു ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഒപ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയും ONVയുടെ കവിതയും കൂടി കടന്നു വന്നപ്പോൾ കണ്ണ് അറിയാതെ നിറഞ്ഞുപോയി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇനിയും കാത്തിരിക്കാം അടുത്ത വാർഷികത്തിനായി. ശ്രീ ടി പി ഗണേശൻ മാസ്റ്റർ ആശംസാ ഭാഷണത്തിനായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അഭ്രപാളികളിലൂടെയും നേരിട്ടും നമ്മുടെ മനസ്സിൽ ഗുരുസ്ഥാനീയനും കാരണവരുമൊക്കെയായി ഇന്നും ജീവിക്കുന്ന കോഴിക്കോട് നാരായണൻ നായരുടെ വളരെ അർത്ഥഗർഭമായ മന്ത്രാക്ഷരങ്ങൾ പോലെയുള്ള അനുഭവത്തിലുള്ള വാക്കുകൾ കൊണ്ടും അതിനുശേഷം സംഗീതാത്മകമായ ചിന്തയിലൂടെ കാവ്യാത്മകമായ ഭാഷയിലൂടെ ഈ വേദിയെ നിശബ്ദമാക്കി മാറ്റിയ ഈ വിദ്യാലയ തിരുമുറ്റത്തെ ആയിരക്കണക്കിന് നാട്ടുകാരെ ചിന്തയിലേക്കും നിശബ്ദതയിലേക്കും എത്തിച്ച പ്രിയപ്പെട്ട രമേശ് കാവിലിൻ്റെ പ്രൗഢോജ്വലമായിട്ടുള്ള പ്രഭാഷണത്തിന് ശേഷവും ഈ വേദി അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി മാറിയിരിക്കുകയാണ്. വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒരു കാലത്ത് അത്രയൊന്നും വികാസമോ പുരോഗതിയോ ഉണ്ടായിരുന്നിട്ടില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട നാറാത്ത് ഇന്ന് എത്രത്തോളം വലുതായിരിക്കുന്നു. എനിക്കൊക്കെ അറിയാൻ, ചെറുപ്പകാലത്ത്, കുട്ടിയായിരുന്ന കാലത്ത് ഒരു കലാവേദി പോലും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നാറാത്ത് നമ്മുടെ ചോയ്യേട്ടൻ്റെ പീടികയ്ക്ക് മുകളിൽ അന്നത്തെ ബാല്യങ്ങൾ ഒന്നിച്ചു ചേർന്ന പാടത്തിൽ ബാലേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു ബാലജന സഖ്യം എന്നാണ് തോന്നുന്നു, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ പൂളക്കറിയുടെ രസമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എത്രയോ നമ്മുടെ നാറാത്ത് വലുതായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഫൈറ്റേഴ്സിൻ്റെ 25ാം വാർഷികത്തിലൂടെ. ഏത് നാട്ടിൽ പോയാലും നാറാത്ത് എന്ന് അറിയപ്പെടുന്നത് ഫൈറ്റേഴ്സിലൂടെയാണെന്നുള്ളതാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയുടെ ഏത് ഭാഗത്ത് ചുവരുകൾ നോക്കിയാൽ അവിടെയൊക്കെ ഫൈറ്റേഴ്സ് നാറാത്തിൻ്റെ ഈ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ കാണാമെന്നുള്ളതാണ്. അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണത്. അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തെ വലിയൊരു ഗ്രാമമാക്കി മാറ്റാൻ അതിൻ്റെ പിന്നിൽ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു കലാസമിതി,
ആണ് ഫൈറ്റേഴ്സ്. സ്നേഹം എന്താണ് എന്ന് നമ്മെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായിട്ടുള്ള ചിന്തകൻ റൂസോ സ്നേഹത്തിന് കൊടുത്ത നിർവചനം വ്യക്തി സമൂഹത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. ഒരു വ്യക്തി സങ്കുചിതമായ വലയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സമൂഹത്തേക്ക് വളരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നമ്മെ ഫൈറ്റേഴ്സ് നാറാത്ത് 25 വർഷം കൊണ്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ 2 ദിനം ഈ വിദ്യാലയം നാറാത്ത് ഗ്രാമത്തിനും സമീപ ഗ്രാമങ്ങൾക്കെല്ലാം അക്ഷരജ്ഞാനം കൊടുത്ത പാലോറ ഹയർ സെക്കൻഡറിയുടെ ഈ ഗ്രൗണ്ട് 2 ദിവസം വളരെ ജീവൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും ആളുകൾ ഇവിടെ ഒന്നിച്ചു കൂടിയത്. ഈ കാലത്ത് ഇത്രയും നേരം നിശബ്ദമായിട്ട് ഒരു സ്ഥലത്തുമില്ലാത്ത രീതിയിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു സദസ്സുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുള്ളതാണ്. അസൂയ തോന്നുകയാണ് ഈ കലാവേദിയോട്. ഇവരൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് എന്നുള്ളതാണ്. അവർ ജീവിതം പോറ്റാൻ വേണ്ടി തൊഴിലുകൾ നടത്തുമ്പോഴും കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ അസൂയ എന്ന് വാക്കുപയോഗിച്ചത്. സമീപത്തെ ഒരു വായനശാലകളിലും കിട്ടാത്ത തരത്തിലുള്ള മാസികകളും പത്രങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഒരു പുസ്തകം പോലും കിട്ടാതിരുന്ന ഈ ഗ്രാമം വലിയ പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ അല്ലെങ്കിൽ വായിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങൾ വായിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ഈ കലാസമിതിക്ക് സാധിച്ചു എന്നുള്ളത് എത്രയും വലിയ കാര്യമാണ്. അധികം സംസാരിക്കുന്നില്ല, ഔചിത്യത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ്. അനൗചിത്യാതൃതേ രസഭംഗസ്യ കാരണം എന്ന് നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സമയം കുറേയായി, എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുള്ളതാണ്, മറ്റൊരു വേദിയിൽ വെച്ചാവാം. ഏതായാലും ഈ അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഫൈറ്റേഴ്സ് നാറാത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഒരു നോക്കി നടത്തിപ്പുകാരെന്നുള്ള നിലയിലാണ് എനിക്കിവിടെ സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അതിനേക്കാളും ഞാൻ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഊർജം നമ്മൾ നൽകേണ്ടതുണ്ട്. ഫൈറ്റേഴ്സ് ക്ലബ്ബ് അതിൻ്റെ കെട്ടിടം എന്നുള്ളത് വളരെ അത്രയൊന്നും നിങ്ങൾ ആ ഡോക്യുമെൻ്ററിയിലൂടെ കണ്ടിരിക്കും. ഇനിയും അത് വികസിക്കേണ്ടതുണ്ട്. അത് വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെയാണ്. ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും അത് വികസിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക് അത് കൈമാറുന്ന വലിയ ഒരു സ്ഥാപനമായി മാറാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവർ, ഈ പരിപാടിയിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച മഹാത്മജിയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. അതുപോലെ തന്നെ ഫൈറ്റേഴ്സിൻ്റെ പ്രവർത്തനമാണ് അവരുടെ വിജയത്തിൻ്റെ ആകത്തുക. ആ പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. ഈ പരിപാടി ഇത്രയും വിജയത്തിൽ എത്തിച്ചു തന്നത് നമ്മുടെ നല്ലവരായ നാട്ടുകാരാണ്. അവർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ആ മുസ്ലിയാരായ നാരായണൻ നായർ, നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമായ അദ്ദേഹത്തിന് ഞാൻ ഫൈറ്റേഴ്സിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു കവിത കൊണ്ടും നല്ലൊരു ഭാഷണം കൊണ്ടും നമ്മെ സന്തോഷിപ്പിച്ച ശ്രീ രമേശ് കാവി, അദ്ദേഹത്തിന് ഫൈറ്റേഴ്സിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലായ ശ്രീ ദിനേശൻ മസിൽക്കുന്ന് ഫൈറ്റേഴ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഫൈറ്റേഴ്സിൻ്റെ വനിതാ വിഭാഗം പ്രസിഡന്റ് കൂടിയായ നമ്മുടെ മെമ്പർ ശ്രീമതി അനിതയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച് ഈ പരിപാടിക്ക് വേണ്ടി നേരത്തെ മുതൽ തന്നെ നല്ല പ്രവർത്തനം നടത്തിയ ഈ പരിപാടിയുടെ സംഘാടകൻ കൂടിയായ ശ്രീ സോമൻ നമ്പ്യാർക്കും ഫൈറ്റേഴ്സിൻ്റെ കൺവീനറായ ശ്രീ സതീശൻ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഈ
പരിസരം നമുക്ക് വേണ്ടി പ്രത്യേകം വിട്ടുവന്ന ഈ സ്കൂൾ അധികൃതരോടും ഇതിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ദിനേശൻ മാസ്റ്ററോടും പ്രത്യേകം ആയി തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു തരാൻ വേണ്ടി 2 ദിവസം അഹോരാത്രം പ്രവർത്തിച്ച ശ്രീ വിജയൻ കുനിയിൽ, മാധവൻ കങ്ങാടി, ബാലൻ പാടത്തിൽ, സുരേഷ് തൊണ്ടിപ്പുറത്ത്, രാജൻ നമ്പ്യാർ എന്നിവരെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി വല്ലവരെയും നന്ദി രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ വെളിച്ചവും ശബ്ദവും നൽകി, ഇവിടെ വേണ്ട ഫർണിച്ചറുകൾ നൽകി നമ്മെ സഹായിച്ച JSSനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ 3 മാസക്കാലം ഇതിൻ്റെ പ്രവർത്തന വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഫൈറ്റേഴ്സിലെ ഓരോ പ്രവർത്തകരും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. വിദേശത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്ത നമ്മുടെ നല്ലവരായ പ്രത്യേകം നന്ദി